ഹായ് ഓൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻട്രിയിലേക്ക് സ്വാഗതം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടീസുമായി ബന്ധപ്പെട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അതായത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് അഥവാ IOCL എഞ്ചിനീയേഴ്സ് ഓർ ഓഫീസേഴ്സ് ഗ്രേഡ് A പോസ്റ്റിലേക്കുള്ള ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സാധാരണ രീതിയിൽ IOCL ഗേറ്റ് ത്രൂ ആണ് എന്ത് ചെയ്യാറുള്ളത്, ഈ ഒരു എഞ്ചിനീയേഴ്സ് ഓർ ഓഫീസേഴ്സ് ഗ്രേഡ് A പോസ്റ്റിലേക്ക് നോട്ടിഫിക്കേഷൻ വരാറുള്ളത്. ഇത്തവണ വിത്തൗട്ട് ഗേറ്റ് അവരൊരു സെപ്പറേറ്റ് ആയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് നടത്താൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു ടെസ്റ്റിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്ന് മുതൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, ഈ ഒരു എക്സാം എന്നായിരിക്കും കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനൽ ഒബ്സർവ് ചെയ്തിട്ട് ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, PSUവിൽ ഒരുപാട് അവസരങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും അവസാനത്തെ അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്ന IOCL എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സീരീസിൽ ഇനിയും ഒരുപാട് അവസരങ്ങൾ വരാനിരിക്കുകയാണ്. സോ ഇതുപോലെ IOCL പോലുള്ള ഇതേപോലുള്ള മികച്ച അവസരങ്ങൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച അവസരങ്ങളിൽ ഒന്നായിരിക്കും നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നുണ്ടാവുക. അപ്പോൾ എന്താണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് എഞ്ചിനീയേഴ്സ് ഓർ ഓഫീസേഴ്സ് ഗ്രേഡ് 1 ഉള്ള ക്രൈറ്റീരിയ എന്തെല്ലാമാണ്, ക്വാളിഫിക്കേഷൻ എന്താണ്, അതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കി നോക്കാം. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് BTech or BE or equivalent degree with not less than 65 marks എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇത് പല ISRO പോലുള്ള പോസ്റ്റുകൾ നമ്മൾ ഈ ഒരു ക്രൈറ്റീരിയ കണ്ടായിരുന്നു. 65% മാർക്കാണ് ആൻഡ് ജനറൽ EWS OBC നോൺ ക്രിമിനൽ ആൻഡ് 55% മാർക്ക് ഫോർ SC/ST or പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി കാൻഡിഡേറ്റ്സ്. അതായത് ഇവിടെ 65% ഉള്ള ആളുകൾക്ക് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് ചിലപ്പോൾ നിങ്ങൾക്ക് CGPA ആണെങ്കിൽ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിക്ക് അനുസരിച്ചിട്ട് ഈ CGPA പെർസെൻറ്റേജിലേക്ക് മാറ്റുന്ന ഇക്വേഷൻസിൽ മാറ്റം വന്നേക്കാം. നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ എങ്ങനെയാണ് പെർസെൻറ്റേജിലേക്ക് CGPA മാറ്റുന്നത് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾക്ക് 65% ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ജനറൽ EWS OBC നോൺ ക്രീമിലെയർ കാറ്റഗറിയിലുള്ള ആളുകളാണെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതല്ല SC/ST ഓർ PWBD കാൻഡിഡേറ്റ്സുകളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, 55% ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. അതേപോലെ ഫുൾ ടൈം റെഗുലർ കോഴ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഫുൾ ടൈം റെഗുലർ കോഴ്സ് എന്ന് പറയുമ്പോൾ പാർട്ട് ടൈം അല്ലാണ്ട്, അതായത് റെഗുലർ ആയിട്ട് തന്നെ ചെയ്തിരിക്കണം. ഫ്രം ദ ഇൻസ്റ്റിറ്റ്യൂഷൻ, കോളേജ്, യൂണിവേഴ്സിറ്റി ഓർ ഡീംഡ് യൂണിവേഴ്സിറ്റി ഡ്യൂലി റെക്കഗ്നൈസ്ഡ് ബൈ AICTC ഓർ UGC എന്നാണ് പറഞ്ഞിരിക്കുന്നത്. AICTE അല്ലെങ്കിൽ UGC. അപ്പോൾ ഈ അവസരം വന്നിരിക്കുന്നത് ഏതെല്ലാം ബ്രാഞ്ചുകാർക്കാണെന്ന് നോക്കാം. അപ്പോൾ അതിൽ കെമിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് വന്നിട്ടുണ്ട്, കെമിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക്. അതേപോലെ തന്നെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആളുകൾക്ക്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റഡ് ആയിട്ട് സ്പെസിഫൈ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ബ്രാഞ്ചിനെ കുറിച്ച് തന്നെയാണ്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആളുകൾക്ക് മുന്നിൽ ഇതൊരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ഇലക്ട്രിക്കലിൽ തന്നെ പല ബ്രാഞ്ചസ് ആയിട്ടുണ്ട് കേട്ടോ. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതിൻ്റെ ചില ഡൊമൈൻസുകളുണ്ട്. ഫോർ എക്സാമ്പിൾ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് പവർ സിസ്റ്റം, ഇലക്ട്രിക്കൽ ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ, ഇലക്ട്രിക്കൽ ആൻഡ് പവർ, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് പവർ, ഇലക്ട്രിക്കൽ പവർ എഞ്ചിനീയറിംഗ്, അതേപോലെ ഇലക്ട്രോണിക്സ് ആൻഡ് പവർ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. അതിൻ്റെ എന്താ പറയുക, എലിജിബിൾ ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻ ആണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ അടുത്തത് ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആളുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തവണ അവസരം വന്നിട്ടുണ്ട്. അപ്പം മറ്റു ബ്രാഞ്ചുകാർ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, തീർച്ചയായിട്ടും നിങ്ങൾക്കും അവസരങ്ങൾ വരും കേട്ടോ. അതായത് ബാക്കിയുള്ള ബ്രാഞ്ചസുകാരുണ്ടല്ലോ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ് ഒക്കെ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളുണ്ടല്ലോ, അവർക്കും അവസരങ്ങൾ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ വന്നിരിക്കുന്നതിൽ കോർ ബ്രാഞ്ചസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആളുകൾക്കാണ് ഈ ഒരു അവസരം ഏറ്റവും അധികം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഗേറ്റ് പ്രിപ്പറേഷൻ പല ആൾക്കാരും ചെയ്യാത്തതിൻ്റെ കാരണം ഗേറ്റിലെ ടോപ്പ് റാങ്ക് വന്നാലാണ് നമുക്ക് എന്ത് ചെയ്യുക, PSUസുകളിൽ ജോലി കിട്ടുക എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റുകളാകുന്ന സമയത്ത് ഒരു ഗേറ്റ് ലെവൽ എക്സാംസിലേക്ക് പോവുകയില്ല. എന്നാൽ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ടാവുക. അപ്പം നിങ്ങളൊരു ജോലിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ എന്നാൽ ഗേറ്റിലേക്ക് പോകേണ്ട എന്നുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നിൽ ഒരു നല്ല അവസരമാണ്. ഇനി മാത്രമല്ല, ഈ എക്സാമിൻ്റെ കുറച്ച് പ്രത്യേകതകളും ഇതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സുകളൊക്കെ നമ്മൾ നോക്കണം. അപ്പോൾ അതിന് മുന്നേ അപ്പർ ഏജ് ലിമിറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ നോർമൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 1 ജൂലൈ 1999 ആണ് ഈ പറഞ്ഞിരിക്കുന്ന ബോൺ ഓർ ആഫ്റ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ OBC ആണെങ്കിൽ 1 ജൂലൈ 1996 ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, 1996. അതേപോലെ തന്നെ SC/ST ആണെങ്കിൽ 1 ജൂലൈ 1996
1994 ആണ്. ഓക്കെ, അപ്പോൾ ഇത് എന്താണ് നോൺ PWBD കാൻഡിഡേറ്റ്സിനാണ്, പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഇല്ലാത്ത ആളുകൾക്കാണ് ഈ ക്രൈറ്റീരിയ. അതായത് ജനറൽ കാറ്റഗറിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 26 വയസ്സ് വരെയുള്ള ആളുകൾക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ OBC കാറ്റഗറിയിൽ 3 വർഷത്തെ റിലാക്സേഷൻ വന്നിട്ടുണ്ട്, അത് മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യണം. SC/ST നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5 വർഷത്തെ റിലാക്സേഷൻ വന്നിട്ടുണ്ട്. 1 ജൂലൈ 1994 ആണ് അവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഈ രീതിയിൽ നിങ്ങൾ ഏജ് ലിമിറ്റ് നിങ്ങൾ നോക്കണം. ഇപ്പോൾ 2 പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ പറഞ്ഞു. ഒന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 65% ജനറൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ വരണം. അതേപോലെ ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ 1 ജൂലൈ 1999 ശേഷമായിരിക്കണം. OBC ആണെങ്കിൽ 1996 ശേഷമായിരിക്കണം. റൈറ്റ്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ആണ്. അപ്പോൾ അതിൽ ആദ്യത്തേത്, ഇത് സ്റ്റാർട്ട് ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 5/9/2025 മുതൽ 21/9/2025 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അതായത് 21-ാം തീയതി വരെ, ഈ മാസം 21-ാം തീയതി വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇന്നലെ 5-ാം തീയതിയാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ദെൻ അഡ്മിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റ് നോക്കിയേ 17/10/2025 ആൻഡ് കണ്ടക്ട് ഓഫ് CBT 31/10/2025. അപ്പോൾ ഇതിൽ നിങ്ങൾ ഈ ഡേറ്റ് വളരെ അടുത്ത് വന്നതിൽ യാതൊരു തരത്തിലുള്ള കൺഫ്യൂഷൻ വേണ്ട. കാര്യം PSU ലെവൽ എക്സാംസുകളെല്ലാം ഇങ്ങനെ തന്നെയാണ് കണ്ടക്ട് ചെയ്യാറുള്ളത്. അതായത് നോട്ടിഫിക്കേഷൻ വന്നിട്ട് വിത്തിൻ 1 മന്ത് അല്ലെങ്കിൽ 2 മന്ത്സ് വരെയൊക്കെ നമുക്ക് സമയം കിട്ടാറുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ഒരു എക്സാമിന് വേണ്ടി പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു IOCL എക്സാമിന് വേണ്ടി പഠിക്കുമ്പോൾ മറ്റനേകം PSUകൾ, ഇപ്പോൾ ONGC വരും, പവർ ഗ്രിഡ് കോർപ്പറേഷൻ വരും, അങ്ങനെ പല കോർപ്പറേഷൻസുകളും PSUകൾ എക്സാമുമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ സീരീസ് ഓഫ് എക്സാംസുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ വരുന്നുണ്ട്. അതായത് ഏതെല്ലാം PSU എക്സാംസുകളാണ് കഴിഞ്ഞ വർഷങ്ങളിൽ വന്നിട്ടുള്ളത്, അത് ഇത്തവണ എപ്പോഴൊക്കെ വരാൻ ചാൻസ് ഉണ്ട് എന്നതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു PSU വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ അവസരങ്ങളുണ്ട്. ടൈം ഡ്യൂറേഷൻ കുറവാണ് എന്ന് കരുതി അപ്ലൈ ചെയ്യാതിരിക്കരുത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആളുകൾക്കുള്ള എന്താ പറയുക ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഇത്തരം എക്സാംസിൽ ഒരുപാട് ആളുകൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കുറഞ്ഞ സമയമല്ലേ പഠിക്കാൻ കിട്ടുന്നുള്ളത്. ഇത് എല്ലാവർക്കും ഇങ്ങനെ തന്നെയാണ് എന്നുള്ള കാര്യം നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതായത് ഈ എക്സാമിൽ ആകെ ഉള്ള നമ്മൾ സമയം എന്ന് പറയുന്നത് 21-ാം തീയതി അപ്ലിക്കേഷൻ ഡേറ്റ് കഴിഞ്ഞാൽ തൊട്ട് 31-ാം തീയതി, 1 മാസവും 10 ദിവസവും നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എന്ന് കരുതിയിട്ട് എല്ലാവർക്കും അത് തന്നെയല്ലേ. എല്ലാവർക്കും ഈ പറഞ്ഞ ഒരു 40-45 ദിവസമാണ്. ഇനി കറക്റ്റായിട്ട് നമ്മൾ ഇപ്പോൾ ഈ ഒരു ഡേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് ഒരു 50 ദിവസം നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. നിങ്ങൾ ഓൾറെഡി ഏതെങ്കിലും ഇലക്ട്രിക്കൽ എക്സാംസുകൾക്ക് വേണ്ടി പഠിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ അതൊന്നുകൂടി ബൂസ്റ്റപ്പ് ചെയ്യാനും അത് ഈ എക്സാമിന് വേണ്ടി ഒന്ന് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒന്ന് മോഡിഫൈ ചെയ്യാനുള്ള സമയമാണ് ഈ 50 ദിവസം എന്ന് പറയുന്നത്. ഇനി ഈ എക്സാമിൻ്റെ പാറ്റേൺ, ഇതിൽ എന്തെല്ലാം കാര്യങ്ങൾ വരുന്നുണ്ട് എന്ന് നോക്കുക. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് അഥവാ CBT ആണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേജുകളിൽ ഒന്ന്. അതിനുശേഷം ഗ്രൂപ്പ് ഡിസ്കഷൻ ആൻഡ് ഗ്രൂപ്പ് ടാസ്ക് വരുന്നുണ്ട്. അതിനുശേഷം പേഴ്സണൽ ഇൻ്റർവ്യൂ വരുന്നുണ്ട്. അതായത് കേവലം എക്സാംസിലൂടെ മാത്രമല്ല എന്ത് ചെയ്യുന്നത്, IOCL പോലുള്ളൊരു പ്ലാറ്റ്ഫോമിൽ ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്കിൽസ് കൂടി അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അവർ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി തന്നെയാണ് ഗ്രൂപ്പ് ഡിസ്കഷനും ഗ്രൂപ്പ് ടാസ്കും പേഴ്സണൽ ഇൻ്റർവ്യൂ ഒക്കെ വരുന്നത്. സോ എക്സാം മാത്രമല്ല, അപ്പോൾ ഈ ഒരു ക്രൈറ്റീരിയ കൂടി ഉള്ളത് കൊണ്ട് കുറച്ച് കൂടുതൽ ആളുകൾ ഈ റൗണ്ടുകളിലേക്ക് സെലക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിനെ കുറിച്ചായിരിക്കും നിങ്ങളുടെ ഡൗട്ട് എന്ന് പറയുന്നത്. 100 ചോദ്യങ്ങളാണ് ഈ ഒരു എക്സാമിൽ ഉണ്ടാവുക. 100 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അതിൽ ഡൊമൈൻ നോളജ്, അതായത് നിങ്ങളുടെ ബ്രാഞ്ചിൽ നിന്ന് 50 ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ബ്രാഞ്ചിൽ നിന്ന്, അതായത് നിങ്ങൾ ഇലക്ട്രിക്കൽ ആണെങ്കിൽ 50, കെമിക്കൽ ആണെങ്കിൽ 50, ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ 50. നിങ്ങളുടെ ഡൊമൈൻ ബ്രാഞ്ചിൽ നിന്ന് 50ഉം അതേപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് 20 മാർക്ക്, അതേപോലെ ലോജിക്കൽ റീസണിങ് 15 മാർക്ക്, വെർബൽ എബിലിറ്റി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് 15, അങ്ങനെ അവിടെയും 50 മാർക്ക് വരുന്നുണ്ട്. അതായത് ഒരു RRB എക്സാം അല്ലെങ്കിൽ ഒരു SSC എക്സാംസും ഒക്കെ ആയിട്ട് നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം, കമ്പയർ ചെയ്ത് പഠിക്കാവുന്നതാണ്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് വേണ്ടി ട്രൈ ചെയ്യാൻ. കാര്യം ഇത് കംപ്ലീറ്റ്ലി ഡൊമൈൻ നോളജ് മാത്രമല്ല ടെസ്റ്റ് ചെയ്യുന്നത്, ഇവിടെ ജനറൽ നോളജും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും വെർബൽ അബിലിറ്റി ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിർബന്ധമായിട്ടും RRB ഒക്കെ എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്ന ഉദ്യോഗാർത്ഥികൾ നിർബന്ധമായിട്ടും ഈ എക്സാമും അറ്റൻഡ് ചെയ്യുക. അതായത് നിങ്ങൾ അവസരങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. നിങ്ങളൊരു ചാൻസ് എടുക്കുക, നിങ്ങൾ ഈ എക്സാമിന് വേണ്ടിയിട്ട് ഒരു ചാൻസ് എടുക്കുക എന്നുള്ളത് തന്നെയാണ്. ദെൻ എക്സാം സെൻറ്റേഴ്സ് ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിലൊക്കെ എക്സാം സെൻറ്റർ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എറണാകുളത്ത് ഒരു എക്സാം സെൻറ്റർ ഉണ്ട്. സീരിയൽ നമ്പർ 15 എന്ന് പറയുന്നത് എറണാകുളത്താണ്. അതേപോലെ തന്നെ വീണ്ടും കേട്ടോ, എറണാകുളത്ത് മാത്രമൊന്നും അല്ല ഉള്ളത്. എറണാകുളത്ത് മാത്രമല്ല വേറെയും സെൻറ്റേഴ്സ് കേരളത്തിൽ തന്നെ വരുന്നുണ്ട്.
36 വരുന്നത് തിരുവനന്തപുരം, 38 വരുന്നത് തിരുവനന്തപുരം കേട്ടോ, 38 വരുന്നത് തിരുവനന്തപുരമാണ്. അപ്പോൾ കേരളത്തിൽ തന്നെ ഒന്നിലധികം സെൻറ്റേഴ്സുകൾ കേരളത്തിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ലൊക്കേഷൻസുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ കേരളത്തിൽ നിയർ ബൈ ആയിട്ട് ബാംഗ്ലൂരോ മൈസൂരോ അതേപോലെ കോയമ്പത്തൂരൊക്കെ ഉണ്ട്, അത് നിങ്ങൾക്ക് അവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ കേരളത്തിലുള്ളവർക്കാണ് ഏറ്റവും കംഫർട്ടബിൾ ഒന്ന് എറണാകുളവും ഒന്ന് തിരുവനന്തപുരവും അതേപോലെ തന്നെ കോയമ്പത്തൂരും ഒക്കെ വരുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിയർ ബൈ ആയിട്ടുള്ള സെൻറ്ററുകൾ തന്നെ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ദെൻ ഷോർട്ട് ലിസ്റ്റിംഗ് പ്രോസസ്സ് നമ്മൾ നോക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യത്തെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൽ ഉണ്ടാവില്ല ഔട്ട് ഓഫ് 100 മാർക്സ്. അപ്പോൾ അതിൽ നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞിരിക്കുന്ന ഈ ഗ്രൂപ്പ് ഡിസ്കഷൻ, ഗ്രൂപ്പ് ട്രെയിനിങ്, പേഴ്സണൽ ഇൻ്റർവ്യൂ ഒക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് അതിനു ശേഷമായിരിക്കും ഈ ഒരു ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് അവർ എന്ത് ചെയ്യുന്നുണ്ടാവുക, ഫോം ചെയ്യുന്നുണ്ടാവുക. ദെൻ മെറിറ്റ് ലിസ്റ്റ് ഫോം ചെയ്യുന്ന സമയത്ത് വെയിറ്റേജ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് തന്നെയാണ് 85% വെയിറ്റേജ് വരുന്നത്. സോ അതിൽ നല്ലൊരു സ്കോർ വരിക എന്നുള്ളത് തന്നെയാണ് ഈ എക്സാമിൽ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള പോയിന്റ്. ആൻഡ് ദെൻ സെക്കൻഡ് വൺ, ഗ്രൂപ്പ് ഡിസ്കഷനിൽ 5% അതേപോലെ പേഴ്സണൽ ഇൻ്റർവ്യൂവിൽ 10% വരുന്നത്. സോ അതിലൊരു മിനിമം സ്കോർ വേണം കേട്ടോ. അതായത് ഇതിൻ്റെ ഒരു 40% നിങ്ങൾ സ്കോർ ചെയ്യണമെന്നാണ് പറഞ്ഞത്, ഇതിൻ്റെ ഒരു 40%. നിങ്ങൾ ആ ഒരു ബേസിക് സ്കിൽസ് ആണ് അവരെന്ത് ചെയ്യുന്നത്, ബേസിക്കലി ചെക്ക് ചെയ്യുന്നത്. അതായത് ഇൻ്റർവ്യൂവും ഗ്രൂപ്പ് ഡിസ്കഷൻ ആൻഡ് ഗ്രൂപ്പ് ടാസ്കിങ് ഒക്കെ ഉണ്ടെന്ന് കരുതിയിട്ട് കംപ്ലീറ്റ്ലി അതിനെ ബേസ് ചെയ്തിട്ടൊന്നും അല്ല നിങ്ങൾ സെലക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൽ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്കോറുകൾ, അതായത് ഗ്രൂപ്പ് ഡിസ്കഷൻ ആൻഡ് ഗ്രൂപ്പ് ടാസ്കിലും പേഴ്സണൽ ഇൻ്റർവ്യൂവിലും ഒരു ആവറേജ് സ്കോർ നിങ്ങൾ സെക്യൂർ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ IOCL പോസ്റ്റിൽ നല്ലൊരു ജോലിയിൽ എത്താൻ സാധിക്കും. സോ ഈ ഒരു എക്സാം എന്ന് പറയുന്നത് IOCL എന്ന് പറയുന്ന ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും മികച്ച PSUകളിൽ ഒന്നിൽ നിങ്ങൾക്കൊരു മികച്ച പോസ്റ്റ്, അതായത് എഞ്ചിനീയേഴ്സ് ഓർ ഓഫീസേഴ്സ് ഗ്രേഡ് A പോസ്റ്റാണ്. ഇതൊരു സാധാരണ പോസ്റ്റായിട്ട് നിങ്ങൾ കാണരുത്. ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഏറ്റവും മികച്ച സാലറി, അതായത് ഒരു കാര്യം ഉറപ്പാണ്, ഒരു 15 ലക്ഷത്തിൻ്റെ മുകളിലെങ്കിലും CTC വരാൻ സാധ്യതയുള്ള. അതേപോലെ തന്നെ ഇതിൽ നിങ്ങൾ മിസ്സിംഗ് ആയിട്ടുള്ള കാര്യമാണ് വേക്കൻസി കുറവാണ് എന്നുള്ളത്. പക്ഷേ വേക്കൻസി അവർ മെൻഷൻ ചെയ്തിട്ടില്ല. ഡെഫിനറ്റ്ലി നല്ല നമ്പേഴ്സ് വരാറുണ്ട്. IOCL നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യയിലെ വലിയൊരു എന്താ പറയുക PSUകളിൽ ഒന്നാണ്. മികച്ച വേക്കൻസി തന്നെയായിരിക്കും ഇവിടെ വരാൻ പോകുന്നത്. അത് കൃത്യമായിട്ട് അവർ മെൻഷൻ ചെയ്തിട്ടില്ല നോട്ടിഫിക്കേഷനിൽ, ബട്ട് ഡെഫിനറ്റ്ലി നല്ലൊരു വേക്കൻസി വരുന്നു. അപ്പോൾ ഈ എക്സാംസിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ എൻട്രിയിൽ IOCL കോഴ്സിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് PSU ലെവൽ കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഡൗട്ട്സുകളും ക്ലിയർ ചെയ്ത് നൽകുന്നതായിരിക്കും. അപ്പോൾ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, എല്ലാ അവസരങ്ങളും ഉപയോഗപ്പെടുത്തുക. അപ്പോൾ ഇതുപോലുള്ള അവസരങ്ങൾ ഏറ്റവും ആദ്യം നിങ്ങളിലേക്ക് എത്താൻ നിങ്ങൾ എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.